കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ചാനലുകളിലൊന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടർ ചാനലിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചുക്കാൻ നേരത്തെ പിടിച്ചുകൊണ്ടിരുന്നത് എം.വി. നികേഷ് കുമാറാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയിരിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നതും അതിന് നയിക്കുന്നതും ഡോക്ടർ അരുൺകുമാറാണ്. അതിൻ്റെ തൊട്ട് താഴെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് സ്മൃതി പരുത്തിക്കാടുണ്ട്. പിന്നെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് നമ്മുടെ സുജയ പാർവതിയുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ ഡിജിറ്റൽ ഹെഡായിട്ട് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിരുന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി. മിക്കവാറും മറ്റ് ചാനലുകൾക്കൊന്നും അനുകരിക്കാൻ ഇതേവരെ കഴിയാത്തൊരു പരിപാടിയാണത്. കേരളത്തിൻ്റെ ഒരു ന്യൂസ് ചാനലുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എഡിറ്റേഴ്സ് വന്നതെന്ന് തന്നെ അവർ രാഷ്ട്രീയം പറയുന്നത്. ഇതൊക്കെ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഏറ്റവും ആദ്യത്തെ റീലോഞ്ചുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ ഏതാണ്ട് 2 മണിക്കൂറുള്ള ഒരു വീഡിയോയിൽ തന്നെ ഞാനത് രാത്രി 2 മണിക്കൊക്കെ ഇരുന്ന് 2 തവണ കണ്ട ഒരാളാണ്. അപ്പോൾ ഇതെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് വീട്ടിലുള്ളവർക്കൊക്കെ വലിയ സംശയം തോന്നി. കാരണം ഈ രാത്രിയായിട്ട് ഇത് ഉറങ്ങാതെ 2 മണിക്കൂറിലൊരു പരിപാടി 2 തവണ കാണുന്നത്. എനിക്ക് മാധ്യമ പ്രവർത്തനത്തോടും അതുപോലെ ഒരു ചാനൽ റീലോഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് 2 തവണ കണ്ടത്. അപ്പോൾ അന്ന് തന്നെ ഇവർ വളരെ ആധികാരികമായി പറഞ്ഞിരുന്നൊരു കാര്യം ഞങ്ങൾ രാഷ്ട്രീയം പറയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി വലിയ തോതിൽ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും തന്നെ ആ പരിപാടികൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അത് കൂടാതെ എനിക്കും അതിലൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാനൊരു വിശകലനം നടത്തിയപ്പോൾ വളരെ വിശദമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് വിശകലനം നടത്തിയപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമൻ്റ് എന്നൊക്കെ പറയുന്നത് പോലും മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ചാനൽ കാണുന്ന ആളുകളൊക്കെ തന്നെ മഹാഭൂരിപക്ഷം പേരും അത്തരത്തിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ പറയുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി. അതിലിപ്പോൾ നികേഷ് കുമാർ ഇല്ല. നികേഷ് കുമാർ ഉണ്ടായിരുന്നെങ്കിൽ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ CPM-ൻ്റെ ഒരു ന്യായീകരണ തൊഴിലാളിയായിരുന്നു അദ്ദേഹം. CPM-ലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ന്യായീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സുജയ പാർവതിയാണെങ്കിൽ ഒരു സംഘപരിവാർ പ്രോ റൈറ്റ് വിങ് നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് വലിയ അടിസ്ഥാനമില്ലാതെയാണെങ്കിൽ പോലും അവരെപ്പോഴും ആ നിലപാടാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് വിഭിന്നമായി പലപ്പോഴും കുറച്ചുകൂടി ഒരു ലോജിക്കലായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രോ CPM തന്നെയാണ് വേണമെങ്കിൽ അരുൺകുമാർ എന്ന് പറയാം. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ലെഫ്റ്റ് നിലപാടുകൾ എടുക്കുന്ന ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF നിലപാടല്ല, പകരം യഥാർത്ഥ ലെഫ്റ്റ് നിലപാടെടുക്കുന്നവർക്ക് ഇന്ന് CPM ഒരു റൈറ്റ് വിങ് പാർട്ടിയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നിലപാടെടുക്കുന്ന ഒരാളാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ണി ബാലകൃഷ്ണനാണ് കുറച്ചുകൂടി ന്യൂട്രലായി വളരെ കൃത്യമായി വസ്തുതാപരമായിട്ട് കാര്യങ്ങളൊക്കെ അപഗ്രഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹമൊക്കെ ചില തെറ്റുകളൊക്കെ പറ്റാറുണ്ടെങ്കിൽ പോലും ഒക്കെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇലക്ഷനെ കുറിച്ചൊക്കെയുള്ള പ്രഡിക്ഷനൊക്കെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കേരളത്തിലെ ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതിലൊക്കെ തെറ്റുണ്ട്. പക്ഷേ ഇതവർ വലിയ തോതിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ അത്തരത്തിൽ വളരെ വിലയേറിയ അഭിപ്രായങ്ങളാണ് മിക്കവാറും ഇതിൽപ്പെടുന്ന ആളുകളുടെയൊക്കെ വരാനുള്ളത്. ചില ആളുകളുടെ ഒന്നും ഞാൻ കേൾക്കാറില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടി അവർ ഇന്നലെ നടത്തിയിരുന്നു. ആ ഇന്നലെ നടത്തിയ പരിപാടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇന്നലെ അവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 പേര് ഒന്ന് അരുൺകുമാറും അതുപോലെ സ്മൃതി പരുത്തിക്കാടും പിന്നെ സുജയ പാർവതിയുമാണ്. അപ്പോൾ അതിൽ അരുൺകുമാർ എന്താണ് പറയുക എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടി കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കാണുന്നത്. അരുൺകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നും പഴയുടെ നമ്പൂതിരിയെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു വിവാദമായിട്ടുള്ള ഒരാളാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ തിരുത്തിക്കൊണ്ട് ഈ പഴയിടത്തിൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് പറയുകയും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഈ അരുൺകുമാർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇവരെടുത്തിട്ടുള്ള ഒരു ചർച്ചാ വിഷയമെന്ന് പറയുന്നത് PV അൻവറിന് പിന്തുണ കൂടുന്നു എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇവർ നടത്തിയത്. PV അൻവറിന് മിക്കവാറും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച ചാനൽ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ്. കാരണം റിപ്പോർട്ടർ ചാനലിലൂടെയാണ് PV അൻവർ എക്സ്ക്ലൂസീവായിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ ആദ്യം തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. പിന്നെ കൂടുതൽ ദീർഘസമയം ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ റിപ്പോർട്ടർ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ റിപ്പോർട്ടർ ചാനൽ കണ്ടേ പറ്റുള്ളൂ. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ബ്യൂറോ ചീഫായിട്ടുള്ള ശ്രീജിത്ത് പോലും കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ, അതായത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ ചുവട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അരുൺകുമാർ ഒന്ന് ലൈനിൽ വരും, കുറച്ച് നേരം ഇരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് വലിയ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് PV അൻവർ എന്ന് പറയുന്നത്. വളരെ മര്യാദക്ക് മറ്റ് ചാനലുകൾ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റു പല ചാനലുകളോടൊക്കെ ഒരു ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കൃത്യമായി റിപ്പോർട്ടർ ചാനലിനെ അദ്ദേഹവും ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം അരുൺകുമാറിൻ്റെ ചില സംശയങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ ദിവസത്തെ പത്രസമ്മേളനം തന്നെ അദ്ദേഹം ആരംഭിച്ചത്.
അപ്പോൾ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്നലെ സ്മൃതി പരുത്തിക്കാട് ഒരു കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു. സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ ഒരു ലോജിക്കലായിട്ടുള്ള അഭിപ്രായം, ഇത് PV അൻവറും KT ജലീലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കാരാട്ട് റസാഖും ഒക്കെ ആണ്. കാരാട്ട് റസാഖ് പറഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ കൂടി ഇത് ആലോചിച്ചാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്നാണ്. പക്ഷേ PV അൻവർ പറയുന്നത് 9 മാസമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്നാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ KT ജലീലും ഈ പറയുന്ന കാരാട്ട് റസാഖും നമ്മുടെ PV അൻവറും ഒക്കെ ഒരുമിച്ച് ഒരു പടപ്പുറപ്പാടിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അതായത് CPM-നകത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇമേജ് തന്നെ തകർക്കുന്ന പോലീസുകാർക്കെതിരെ ഇവർ തന്നെ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞൊരു കാര്യം, ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ പിന്തുണയുണ്ട്, ആ പിന്തുണ ഉള്ളതുകൊണ്ട് അവർ പലരും പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. നേരത്തെ തന്നെ മാധ്യമങ്ങൾക്കിടയിലൊക്കെ വലിയ തോതിലുള്ള ഒരു പ്രചാരം എന്ന് പറയുന്നത് ഇത് ജയരാജനും PV അൻവറുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്, അപ്പോൾ ജയരാജനും പറഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, അത്തരത്തിലുള്ളൊരു സംസാരമുണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദൻ മാഷിൻ്റെ അടക്കം ഉള്ള പിന്തുണ ഈ കാര്യത്തിലുണ്ടെന്നും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു പൊളിച്ചെഴുത്താണ് ഇതിനൊക്കെ കാരണമായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ സ്മൃതി ഇത് പറഞ്ഞത് അരുൺകുമാറിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി വിയോജിക്കുന്നൊരു കാര്യം, അങ്ങനെയല്ല, ഇത് PV അൻവർ ഒറ്റക്ക്, PV അൻവറും KT ജലീലും ഒക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത്തരത്തിലുള്ള അനീതികൾ അതിനി വെച്ചുറപ്പിക്കാൻ പാടില്ലെന്നും KT ജലീലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ IPS-കാരെ കാണിക്കുന്ന തോന്നിയവാസമൊന്നും ഇനി ഞങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ലെന്നും അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നും ചുവരുകൾക്ക് പോലും ക്യാമറയുള്ളൊരു കാലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഈ ഭരണത്തിലെ കേട്ടുകേൾവില്ലാത്ത വിധത്തിൽ കേരള പോലീസ്, അതായത് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന പിണറായി വിജയൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിലേക്ക് എത്താവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർ അതിനിശ്ചിതമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് വിടുകയാണ്. അതൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ അരുൺകുമാറിൻ്റെ നിലപാട്, ഇവരെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇവരെല്ലാവരും വളരെ നീതിമാന്മാരായതുകൊണ്ട് അനീതികൾക്കെതിരെ പോരാടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ സ്മൃതി പരുത്തിക്കാട് പറയുന്നൊരു കാര്യം, ഇത്ര നിഷ്കളങ്കമായിട്ട് ഇതിനെ കാണുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് സത്യത്തിൽ എനിക്ക് നമ്മുടെ അരുൺകുമാറിൻ്റെ നിഷ്കളങ്കത എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിനു മുമ്പ് ഇഷ്ടപ്പെട്ടത് മറ്റേ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ കാര്യത്തിലും എനിക്ക് ആ നിഷ്കളങ്കത ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഞാൻ മാപ്പ് പറഞ്ഞപ്പോൾ അത് തീർന്നു. ഇപ്പോഴും അരുൺകുമാർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈ PV അൻവർ ഇത് ഒറ്റക്ക് ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. കാരണം CPM-നോടുള്ള സ്നേഹം കൊണ്ട് അവരെ ശുദ്ധീകരിക്കാനും വീണ്ടും തുടർഭരണം കിട്ടാനും പാർട്ടി നിലനിൽക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് ഉപോത്ബലകമായിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഈ PV അൻവറിൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൈവശം കിട്ടിയാൽ ഏത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർക്കോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി മെമ്പർമാർക്കോ CPM-ൻ്റെ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള വലിയ നേതാക്കൾക്കൊക്കെ തന്നെ ഇത് ഉന്നയിക്കാൻ ഭയമുണ്ടാകും എന്നാണോ വിചാരിക്കുന്നത് എന്നാണ് സ്മൃതി പരുത്തിക്കാടിനോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ CPM-നകത്തുള്ള നേതാക്കന്മാരെല്ലാം എന്തെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിൽ അവർക്കൊന്നും ഇത് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്, ശശിയാണ് ഭരിക്കുന്നതെന്നും ഈ പറയുന്ന ADGP ആയിട്ടുള്ള അജിത് കുമാറാണ് ഭരിക്കുന്നതെന്നും ഈ ബാക്കിയുള്ള പാർട്ടി പ്രവർത്തകർക്ക് പോലും വലിയ തോതിൽ അവിടെ ഒരു പറയാനുള്ളൊരു അവസരം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം CPM-നകത്ത് ആർക്കും അറിയാൻ പാടില്ലെന്നും ഇപ്പോൾ PV അൻവർ പറഞ്ഞപ്പോഴാണ് ഇവരൊക്കെ അറിയുന്നതെന്നും സത്യത്തിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ CPM-ൻ്റെ ഏത് നേതാവ് വേണമെങ്കിലും പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമെന്നാണ് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മുടെ പാവം അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അരുൺകുമാറിനോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. അരുൺകുമാർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒന്ന്, ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ തന്നെ പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ നല്ലവരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാട്ടം നടത്താനാണെങ്കിൽ ഈ പിണറായി വിജയൻ മറ്റേ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചപ്പോൾ തെറ്റാണെന്ന് ഏതെങ്കിലും ഒരു സഖാവ് പറഞ്ഞോ? എൻ്റെ പൊന്നരുൺകുമാറെ പറഞ്ഞോ? ഇനി പോട്ടെ, സിദ്ധാർത്ഥിനെ അവിടെ ഇട്ട് മറ്റേ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞോ പിണറായി വിജയനോടോ അല്ലെങ്കിൽ പോലീസിനോടോ ഈ കാണിക്കുന്നത് പോക്രിത്തരമാണ്, SFI-കാരാണെങ്കിലും കാണിക്കുന്നത് പോക്രിത്തരമാണെന്ന് പറഞ്ഞോ? പോട്ടെ, ഇതും പോട്ടെ, വാളയാറിലെയും വണ്ടിപ്പെരിയാറിലെയും പീഡനത്തിലെ പ്രതികൾ രക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന നേതാക്കന്മാർക്ക് അതിനൊരു തെളിവും വേണ്ടല്ലോ, ആ തെളിവുകളൊക്കെ പുറത്തേക്ക് വന്നതാണല്ലോ. നമ്മൾ ഏതെങ്കിലും സഖാക്കന്മാർ പറഞ്ഞോ എൻ്റെ അരുൺകുമാറെ ഈ പറയുന്ന പോലെ പിണറായി വിജയനെ എതിർക്കാനുള്ള ധൈര്യം കാണിച്ചോ? അവർക്കൊന്നും ധൈര്യമില്ല. അത് സ്മൃതി പറഞ്ഞാണ് ശരി. എന്നിട്ട് അരുൺകുമാർ പറയുന്നൊരു വാചകമുണ്ട്, ഈ സ്മൃതി പരുത്തിക്കാടിന് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല, സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ചുക്കും അറിയില്ല എന്നാണ്. ഇത് കോൺഗ്രസ്സിലാണെങ്കിൽ പോലും സംഭവിക്കില്ല. കോൺഗ്രസ്സിലാണെങ്കിൽ ഇത് ഗ്രൂപ്പുകളായിരിക്കും വന്നിട്ട് പറയാം, അല്ലാതെ പുറത്തൊരു സ്വതന്ത്ര MLA ഇതിനു വേണ്ടി ആരും ചുമതലപ്പെടുത്തില്ല. അത് ശരിയാണ്.
അരുൺകുമാർ പറഞ്ഞത്. കോൺഗ്രസിലാണെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് പറയും, കാരണം അവർക്ക് ഇത്ര ഭയക്കേണ്ട കാര്യമില്ല, ഇത്ര വലിയ ഏകാധിപതി ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല. പക്ഷേ ഇത് CPM ആണ്. CPM-നകത്ത് നിന്ന് ശബ്ദിച്ചവരെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. CKP പത്മനാഭൻ എന്ന് പറയുന്ന വലിയൊരു MLA ഉണ്ടായിരുന്നു, കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള വലിയ നേതാവ് ഉണ്ടായിരുന്നല്ലോ കണ്ണൂരിൽ നിന്ന് തന്നെ. പിടിച്ചു എന്ന് പറയുന്ന പരാതി PCCക്കെതിരെ കൊടുത്തതിന് ശേഷം PCC സംസ്ഥാന കമ്മിറ്റി മെമ്പറാവുകയും വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുകയും CK പത്മനാഭൻ എന്ന് പറയുന്ന പാർട്ടി മെമ്പർ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പരാതി പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്കൊക്കെ അറിയാം. ഇനി ഇത് പോട്ടെ, NN കൃഷ്ണദാസ് AK ബാലനെതിരെ ഒരു പരാതി കൊടുത്തു. ആ AK ബാലനെതിരെ പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ തെളിവിലേക്ക് വേണ്ടി ഒരു ഫോൺ അദ്ദേഹം ഫോണിൽ AK ബാലൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മെഷീൻ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ റെക്കോർഡ് ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും ആദ്യം AK ബാലനെതിരെ നടപടിയെടുത്തില്ല, പകരം NN കൃഷ്ണദാസിനെതിരെ നടപടിയെടുത്തു. ഇനി അതും പോട്ടെ, നമുക്ക് മറ്റേ ഇവിടെ തൊട്ടടുത്ത് ഇനി വേണമെങ്കിൽ എത്ര പേര് വേണമെങ്കിലും പറയാം. CN സുന്ദരൻ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിലൊരു നേതാവ് ഒരു 50 ലക്ഷത്തിലധികം വലിയ വീട് വെച്ചു എന്ന് പറഞ്ഞു. പാർട്ടി അദ്ദേഹത്തെ ശാസിച്ചത് ഇനി വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. ഇനി എറണാകുളം ജില്ലയിൽ മരട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അരുൺകുമാർ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് കാണിച്ചു തരാം. അവിടെ ഷൺമാധുരൻ എന്ന് പറയുന്ന ഒരു സഖാവ് ഉണ്ടായിരുന്നു, 1 രൂപയുടെ അഴിമതി പോലും നടത്താത്തൊരു പാവം സഖാവ്. ആ സഖാവിനെതിരെ ദേവസിക്കെതിരെ പരാതി ഉന്നയിക്കുകയും മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഈ ഷൺമാധുരനെ ഒഴിവാക്കുകയും അഴിമതി നടത്തിയ ആളെ നിലനിർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ ആളുകളൊക്കെ അടക്കം പിന്നീട് നമ്മുടെ ഫ്ലാറ്റ് പൊളിക്കൽ കുംഭകോണത്തിലും ആ ഫ്ലാറ്റുകൾക്ക് അനധികൃതമായി അനുവാദം കൊടുത്തു എന്നുള്ള കേസിലുമൊക്കെ പ്രതിയാകുന്ന കാര്യമുണ്ടായി. അപ്പോൾ ഇതുപോലെ തന്നെ എത്ര കേസുകൾ വേണം, ഞാനിപ്പോൾ പറയാൻ പോയ തീരില്ല. ഗോപി കോട്ടമുടക്കലിനെതിരെ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ പരാതി കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഗോപി കോട്ടമുടക്കൽ വീണ്ടും തിരിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു. അപ്പോൾ അത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകളുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ പരാതി കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിലനിൽക്കാം. ഇപ്പോൾ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സഖാവ്, അദ്ദേഹം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മറ്റേ ഗ്യാസ് ഡീലേഴ്സിൻ്റെയൊക്കെ അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയൊക്കെ ഗ്യാസ് ഡീലേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ആയിട്ടുള്ള അനിൽകുമാർ BMW മിനി കൂപ്പറിലാണ് സഞ്ചരിച്ചത്. ഈ പാർട്ടി ഒന്നും അറിഞ്ഞില്ലേ? പാർട്ടി എന്താ തെളിവ് കിട്ടിയില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നേരത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണി പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയതും പാവം പഴയുടെ മോഹനൻ നമ്പൂതിരിയെ വേദനിപ്പിച്ചതും തെറ്റായിപ്പോയി എന്ന് കരുതി താങ്കൾ പിന്നീട് മോർണിംഗ് ഷോയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും സംസാരിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയും അതിനൊരു മാപ്പ് പറയുക, അദ്ദേഹത്തെ ഹൃദയം വേദനിച്ചെങ്കിലും ഒരു മാപ്പ് പറയുകയൊക്കെ ചെയ്തു. അന്ന് ഞാൻ താങ്കൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, താങ്കൾ ചെയ്തത് നല്ല കാര്യമായി എന്ന് വന്നിട്ട്. പക്ഷേ ആ നിഷ്കളങ്കത താങ്കൾ തുടരുന്നതാണോ അതോ PV അൻവറിനെ ഇത്തരത്തിൽ ഒന്ന് ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ കൃത്യമായി PV അൻവർ ഇനിയും നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിലൊക്കെ എക്സ്ക്ലൂസീവ് തരുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. അല്ലെങ്കിൽ ഇതൊന്നും കൂട്ടത്തിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സ്മൃതി പരുത്തിക്കാടിനോ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ടുള്ള സുജയ പാർവതിക്കോ പോലും അറിയില്ലെന്ന് എനിക്ക് വിചാരിക്കേണ്ടി വരും. അതായത് താങ്കൾ അവരോട് പോലും ഈ സത്യം പറഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ടാണ് അരുൺകുമാർ ഇരുന്ന് പറയുന്നൊരു കാര്യം, P ജയരാജനോ മറ്റാരെയും വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്, 100% എനിക്കറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക? രണ്ടാമത് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. PV അൻവറിനെതിരെ ഈ പറയുന്ന ഫോൺ ചോർത്തി എന്ന പേരിൽ അന്വേഷണം നടത്തിയാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അരുൺകുമാർ അതിനെ എതിർക്കാണ്. അരുൺകുമാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയതാണ്, എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു, അത് മറ്റേ നമ്മുടെ വാട്സപ്പ് വഴി വന്നിട്ടുള്ള ഫോൺ കോള് അദ്ദേഹം മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അദ്ദേഹം വേറെ രീതിയിലൊന്നും ഫോൺ ചോർത്തി എന്നുള്ളതല്ല പറഞ്ഞേക്കണത്. അതുകൊണ്ട് അതൊരു കുറ്റമല്ല എന്നാണ് പറയുന്നത്. ഇനി ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയകാര്യ ലേഖകനും തിരുവനന്തപുരത്തെ ബ്യൂറോ ഹെഡും കൊടുത്തിട്ടുള്ള ഒരു വാർത്ത ഉണ്ടല്ലോ, ആ വാർത്ത തന്നെ എന്താണ്? ആ വാർത്ത ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ CPM-ൽ. അതായത് ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റി സമ്മേളനം കഴിഞ്ഞ് പിന്നെ ഏരിയ കമ്മിറ്റി സമ്മേളനം കഴിഞ്ഞ് പിന്നെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പിന്നെ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ മാത്രമേ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ആരൊക്കെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം കൊടുത്തേക്കുള്ള ഒരു വാർത്ത, P ജയരാജൻ എന്ന് പറയുന്ന ഒരു സഖാവ് വളരെ ശക്തിയുക്തം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പറാകുമെന്നാണ്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ബ്രാഞ്ച് മുതലും ലോക്കൽ കമ്മിറ്റി മുതലും ഏരിയ കമ്മിറ്റി മുതലും ഒക്കെയുള്ള ആളുകൾ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ മനഃപൂർവ്വമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. അല്ലാതെ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള മെമ്പർമാരെ പോലും അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രതിനിധികളെ പോലും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തും എന്ന് പറയാൻ എന്ത് ആധികാരിക തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇപ്പം സ്മൃതി പരുത്തിക്കാരനോട് മറ്റേ നമ്മുടെ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളതെന്ന്. ഒരു തെളിവും വേണ്ട, അതിന് സാമാന്യ ബുദ്ധി മതി. മനസ്സിലായോ? വെള്ളം തിളക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ അതിൽ മുഖം കവിഴ്ത്തി നോക്കേണ്ട ആവശ്യമില്ല അരുൺകുമാറെ. നമ്മൾ വെള്ളം തിളച്ച് പുക വരുന്നത് കണ്ടാൽ നമുക്കറിയാം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പി ജയരാജൻ ഇപ്പം എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അതിശക്തനായി വീണ്ടും തിരിച്ചു വരും എന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അതെന്തായാലും സ്മൃതി പരുത്തിക്കാടും കോർഡിനേറ്റർ എഡിറ്റർ ആയിട്ടുള്ള സുജയ പാർവതിയും ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് കാണുന്ന ഞങ്ങളാരും അത്ര നിഷ്കളങ്കരല്ല. പക്ഷേ എനിക്ക് നിഷ്കളങ്കനായിട്ടുള്ള അരുൺകുമാറിന് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും തർക്കമില്ല. അദ്ദേഹം വളരെ സെൻസിബിളായി പലപ്പോഴും പല കാര്യങ്ങളിലും കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഫാക്റ്റ് മാറ്റേഴ്സ് എന്നുള്ളത് ഒന്ന് തെറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് സ്മൃതി പരുത്തിക്കാടിന് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് അരുൺകുമാർ പറഞ്ഞാണ്. അതിൻ്റെ സംഘടനാ രീതിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞാണ്. എൻ്റെ പൊന്ന അരുൺകുമാറെ, സ്മൃതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. സ്മൃതിയും സ്മൃതിയുടെ അവർ 2 പെൺകുട്ടികളാണ് സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന്. അദ്ദേഹം ദേശാഭിമാനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദേശാഭിമാനിയിലേക്കാണ് അവർ പലപ്പോഴും ക്ലാസ് കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ CPM എന്താണെന്നും പാർട്ടി എന്താണെന്നും ഒക്കെ വളരെ വളരെ വ്യക്തമായി അരുൺകുമാറിനേക്കാൾ നന്നായി അറിയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർ ഇത്ര സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളുകളികൾ ചിലപ്പോൾ ഇനിയിപ്പോൾ മോളിൽ റിപ്പോർട്ടർ ചാനലും PV അൻവറും അതുപോലെ തന്നെ പി ജയരാജനും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം ചിലപ്പോൾ സ്മൃതി പരുത്തിക്കാട് പോലും അറിയാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ മാമുക്കോ ഒരു സിനിമയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പ്രതാപേന്ദ്രൻ എന്ന് പറയുന്ന പഴയൊരു നടൻ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം 2-3 അസറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപേന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ മാമുക്കോയ് പറയുന്നൊരു രംഗമുണ്ട്, നമ്മൾ മാത്രമുള്ളപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒന്ന് സത്യം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇതൊന്നും പറയണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ 10 മിനിറ്റൊക്കെ സംസാരിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ അപ്പോഴെങ്കിലും ഈ സ്മൃതി പരുത്തിക്കാടിനോട് സുജയ പാർവതിയോടൊക്കെ സത്യം പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് ഞാനത് MV നികേഷ് കുമാറിനോടും പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം CPMലേക്ക് പോകാൻ നിൽക്കുകയാണെന്നും ഒരു സീറ്റ് കിട്ടാൻ നിൽക്കുകയാണെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അങ്ങനെ നിർബന്ധിക്കാനൊന്നും കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൊരു അദ്ദേഹത്തിൻ്റെ അടുത്ത വഴിയാണിത്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണിത്. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ അരുൺകുമാറിന് അങ്ങനെ ലക്ഷ്യമുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കള്ളങ്ങൾ പറഞ്ഞോളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മീറ്റ് ദ എഡിറ്റേഴ്സ് കഴിയുമ്പോഴെങ്കിലും ഇവരോട് രഹസ്യമായിട്ടെങ്കിലും സത്യം പറയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത്രമാത്രം നിഷ്കളങ്കനാണ് എന്ന് ഞങ്ങൾ വിചാരിക്കേണ്ടി വരും. അത്രയും വിചാരിക്കാൻ മാത്രം ഞങ്ങളത്ര നിഷ്കളങ്കരല്ല.